അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം അള്ളാഹുവിൻ്റെ അടിമകളാണ്, സത്യമതത്തിൽ വിശ്വസിച്ചവരാണ്. ഓരോ ദിനങ്ങൾ കഴിയും തോറും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടവരാണ് സത്യവിശ്വാസികളായ നമ്മൾ. നമുക്ക് മാറ്റങ്ങൾ ദിനേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് വിലയിരുത്തി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അള്ളാഹുവിൽ അഭയം പ്രാപിക്കലാണ്, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൽ അഭയം പ്രാപിക്കലാണ് നമ്മുടെ രക്ഷയുടെ വഴി. മറ്റെല്ലാ വഴികളും പരാജയത്തിലേക്ക് എത്തുന്നതാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ വമൻ യത്തബി ഖുതുവാത്തിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാഅ വല്ലാഹു സമീഉൻ അലീം. വിശ്വാസികളെ, നിങ്ങൾ പിശാചിനെ അനുസരിക്കരുത്. തീർച്ചയായും പിശാച് കൽപ്പിക്കുന്നത് ചീത്തയും നീചകാര്യങ്ങൾ ചെയ്യാനുമായിരിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും ആത്മശുദ്ധി നേടുമായിരുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വിശുദ്ധരാക്കുന്നുവെന്ന് മാത്രം. അതുപോലെ അള്ളാഹു തആല മറ്റൊരു സ്ഥലത്ത് ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. തീർച്ച അള്ളാഹുവിനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുന്നവർക്ക്, അള്ളാഹുവിനെ ആരാരുമില്ലാത്ത സമയത്ത് പേടിച്ച് ഭയന്നു ജീവിക്കുന്ന ആളുകൾക്ക് പാപമോചനവും വലിയ പ്രതിഫലവും ഉണ്ട്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പരസ്യകാര്യങ്ങളിലും നമ്മുടെ രഹസ്യ ജീവിതത്തിലും നമ്മൾ അള്ളാഹുവിനെ ഭയക്കുന്നവരാകണം. പിശാചിനോടും പിശാചിൻ്റെ നിലപാടുകളോടും ശക്തമായ സമരപ്രഖ്യാപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്നാൽ നമ്മളിലുള്ള നന്മകളുടെ പേരിൽ നമുക്ക് അഹങ്കരിക്കാനുണ്ടോ? ഒരിക്കലും ഇല്ല. വിജയത്തിൻ്റെ നിദാനം അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്. എപ്പോഴും നമുക്ക് ആത്മവിചാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ തൻ്റെ ഓരോ ദിവസത്തെയും നന്മകളും അല്ലാത്തതും എഴുതി വച്ചിരുന്ന ഏടുണ്ടായിരുന്നു അത്രേ. വെള്ളിയാഴ്ചകളിൽ അതെടുത്ത് പരിശോധിക്കുകയും ചെയ്യരുത് എന്നാഗ്രഹിച്ച എന്തെങ്കിലും കണ്ടാൽ ശരീരമേ നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ച് ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ ശരീരത്തിൽ അടി കാരണം കറുത്ത പാടുകൾ കണ്ടിരുന്നു എന്നുവരെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുമ്പോൾ, കൂട്ടുകാരെ, നമ്മൾ നടത്തേണ്ട വിചിന്തനത്തിൻ്റെ ആത്മവിചാരങ്ങൾ എത്രത്തോളം നമുക്ക് ആവശ്യമാണ് എന്ന് ഈ ചരിത്രങ്ങളിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിലുള്ള ഭയം നമ്മളിൽ നിന്ന് ക്രമേണ ഇല്ലാതാവുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. അദാബിൻ്റെ ആയത്തുകൾ കേട്ടാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീഴുകയും രോഗിയാവുകയും കൂട്ടുകാർ സന്ദർശനം നടത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു പരിശുദ്ധമായ ഖുർആനിലെ അദാബിൻ്റെ ആയത്തുകൾ നമ്മൾ കേട്ടിട്ടും ഒരു ഭയവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നില്ലേ? എന്തോ ഒരു വലിയ പ്രശ്നം നമ്മെ പിടികൂടിയിട്ടുണ്ട്. സൂറത്ത് തൂറിലെ 7-8 ആയത്തുകൾ ദ്യോതിപ്പിക്കുന്നതാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. തീർച്ചയായും നിങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്, അതിനെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയും ഇല്ല. പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ തൻ്റെ യാത്രാമൃഗത്തിൻ്റെ പുറത്തുനിന്ന് അദ്ദേഹം ബോധരഹിതനായി വീണു. എന്നാൽ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ജീവിതം സൽക്കർമ്മങ്ങളെ കൊണ്ട്, പുണ്യകരമായ കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ധന്യമാക്കണം. ചീത്തയായ നമ്മളിലെ ചീത്തയെ നാം ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അറിയാതെ പോലും നമ്മൾ നിസ്സാരവൽക്കരിച്ചു പോകരുത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, മത്താ അഅലമു അന്നി മുഹ്സിനുൻ, ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് എപ്പോഴാണ് എനിക്ക് തിരിച്ചറിയുക? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പ്രതിവചിച്ചത്, ഇദാ അലിംത അന്നക മുസീഉൻ, നീ തെറ്റുകാരനാണ് എന്ന് നീ തിരിച്ചറിയുമ്പോഴാണ് നീ ഒരു നല്ല മനുഷ്യനായി മാറുക. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, വമാ തഅലമു അന്നി മുസീഉൻ, ഞാനൊരു ചീത്ത മനുഷ്യനാണ് എന്ന് എപ്പോഴാണ് ഞാൻ തിരിച്ചറിയുക? ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇദാ അലിംത അന്നക മുഹ്സിൻ, നീ നല്ലയാളാണ് എന്ന് നീ സ്വയം വിചാരിക്കുമ്പോൾ നീ ഒരു ചീത്ത മനുഷ്യനാണ് എന്ന വസ്തുത നീ മനസ്സിലാക്കിക്കോളൂ. എന്തൊരു ഗൗരവമുള്ള വാക്കാണ് കൂട്ടുകാരെ! എത്രത്തോളം ചിന്തിക്കാനുള്ള ഒരു വാക്കുകളാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പ്രതിവചിച്ചത്. മനുഷ്യൻ അവൻ്റെ പോരായ്മകളെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? അതിനെക്കുറിച്ച് മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ
അതായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്ത് സഹകരിക്കണം. ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.